ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് എക്സ്പ്ലോറർ. അങ്ങനെ നമ്മുടെ 30 ഡേയ്സ് 30 ക്വസ്റ്റ്യൻ ചലഞ്ചിലെ ലാസ്റ്റ് ഡേ ആയിട്ടുള്ള ഡേ 30 ആണ് ഇന്ന്. ഓക്കെ, GK ക്വസ്റ്റ്യൻസ് ഡേ 30. അപ്പോൾ നമ്മുടെ 30 ചലഞ്ചിലെ ലാസ്റ്റ് ഡേ ആണെന്ന്. അപ്പോൾ ഇന്നത്തോടു കൂടി GK ക്വസ്റ്റ്യൻസ് എല്ലാം തീർന്നു എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു സീരീസ് ഇവിടെ തീർന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ 30 GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യൂ. കൂടെ തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുമായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഈ 30 ഡേയ്സിൻ്റെ ഉള്ളിൽ ഓരോ ദിവസവും 30 ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇഷ്ടം പോലെ GK ക്വസ്റ്റ്യൻസ് ഇതിൽ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, 30 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഓൾറെഡി കുറേ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. GK പിന്നെ കംപ്ലീറ്റ് ആവില്ലല്ലോ, കുറേ ഉണ്ടല്ലോ. എന്നാലും നമുക്ക് കുറേ GK ക്വസ്റ്റ്യൻസ് ഈ ഒരു ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കൂടെ GK ഒന്ന് സെറ്റാവട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡേ 30യിലെ 30 GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അർജുന അവാർഡ് നേടിയ ആദ്യത്തെ ബാഡ്മിൻ്റൺ താരം. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ ബാഡ്മിൻ്റൺ താരം ആരാണ്? നന്ദു നടേക്കർ ആണ് അർജുന അവാർഡ് നേടിയ ആദ്യത്തെ ബാഡ്മിൻ്റൺ താരം. നന്ദു നടേക്കർ. ഓക്കെ, അർജുന അവാർഡ് നേടിയ ആദ്യത്തെ ബാഡ്മിൻ്റൺ താരം ആര് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആരാണ്? നന്ദു നടേക്കർ ആണ് അർജുന അവാർഡ് നേടിയ ആദ്യത്തെ ബാഡ്മിൻ്റൺ താരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് വൺ, ധനതത്വശാസ്ത്രത്തിൽ 1988 നോബൽ സമ്മാനം നേടിയത് ആര് എന്നുള്ളതാണ് ചോദ്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, ധനതത്വശാസ്ത്രത്തിൽ 1988 നോബൽ സമ്മാനം നേടിയത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ഫ്രാൻസിലെ മൗരീസ് അല്ലേസ് ആണ് ധനതത്വശാസ്ത്രത്തിൽ 1988 നോബൽ സമ്മാനം നേടിയ വ്യക്തി. അദ്ദേഹത്തിൻ്റെ സ്ഥലം ഫ്രാൻസ് ആണ്. ഫ്രാൻസിലെ മൗരീസ് അല്ലേസ് ആണ് ധനതത്വശാസ്ത്രത്തിൽ 1988 നോബൽ സമ്മാനം നേടിയ വ്യക്തി. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, ചൈനയുടെ ദേശീയ കായിക വിനോദം. ചൈനയുടെ ദേശീയ കായിക വിനോദം എന്താണ്? ടേബിൾ ടെന്നീസ് ആണ് ചൈനയുടെ ദേശീയ കായിക വിനോദം. ടേബിൾ ടെന്നീസ്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ, കോപ്പറിൻ്റെ ലാറ്റിൻ നാമം. കോപ്പറിൻ്റെ ലാറ്റിൻ നാമം എന്താണ്? കോപ്പറിൻ്റെ ലാറ്റിൻ നാമം കുപ്രം എന്നുള്ളതാണ്. Cu ആണ് കോപ്പറിൻ്റെ ലാറ്റിൻ നാമം. ഓക്കെ, കുപ്രം ആണ് കോപ്പറിൻ്റെ ലാറ്റിൻ നാമം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്ത്ത് വൺ, ഏത് ചെടിയിൽ നിന്നാണ് കുങ്കുമം ലഭിക്കുന്നത്? ഏത് ചെടിയിൽ നിന്നാണ് കുങ്കുമം ലഭിക്കുന്നത്? ഏത് ചെടിയിൽ നിന്നാണ് കുങ്കുമം ലഭിക്കുന്നത്? ക്രോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയിൽ നിന്നാണ് കുങ്കുമം ലഭിക്കുന്നത്. ക്രോക്കസ്. ഏത് ചെടിയിൽ നിന്നാണ് കുങ്കുമം ലഭിക്കുന്നത് എന്നാണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഏതിൽ നിന്നാണ് കുങ്കുമം ലഭിക്കുന്നത്? ക്രോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയിൽ നിന്നാണ് കുങ്കുമം ലഭിക്കുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, പുൽച്ചാടിയുടെ ചെവി എവിടെയാണ്? പുൽച്ചാടിയുടെ ചെവി എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. എവിടെയാണ്? വയറിലാണ് പുൽച്ചാടിയുടെ ചെവി ഉള്ളത്. സെവൻത്ത് വൺ, ഉറക്കമില്ലായ്മയെ ബാധിക്കുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവാണ്? ഉറക്കമില്ലായ്മയെ ബാധിക്കുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഏതാണ്? വിറ്റാമിൻ ഡിയുടെ കുറവാണ് ഉറക്കമില്ലായ്മയ്ക്ക് കാരണം. ഉറക്കമില്ലായ്മയെ ബാധിക്കുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവാണ് എന്നുള്ളതാണ് ചോദ്യം. ഏത് വിറ്റാമിൻ്റെ? വിറ്റാമിൻ ഡിയുടെ കുറവാണ്. എയ്ത്ത് വൺ, നാവ് ഉപയോഗിച്ച് കണ്ണും ചെവിയും വൃത്തിയാക്കുന്ന മൃഗം. നാവ് ഉപയോഗിച്ച് കണ്ണും ചെവിയും വൃത്തിയാക്കുന്ന മൃഗം ഏതാണ്? ജിറാഫാണ് നാവ് ഉപയോഗിച്ച് കണ്ണും ചെവിയും വൃത്തിയാക്കുന്ന മൃഗം. ജിറാഫ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നയൻത്ത് വൺ, നവജാത ശിശുക്കൾ ആദ്യമായി തിരിച്ചറിയുന്ന നിറം. നവജാത ശിശുക്കൾ ആദ്യമായി തിരിച്ചറിയുന്ന നിറം ഏതാണ്? ചുവപ്പാണ് നവജാത ശിശുക്കൾ ആദ്യമായി തിരിച്ചറിയുന്ന നിറം. ചുവപ്പ്. 10th ക്വസ്റ്റ്യൻ,
വെളുത്ത സ്വർണം എന്ന് അറിയപ്പെടുന്നത്? വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്ലാറ്റിനം ആണ് വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത്. പ്ലാറ്റിനം. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനം ആണ്. 11th ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി തുടങ്ങിയ സംസ്ഥാനം? ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി തുടങ്ങിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ലോട്ടറി തുടങ്ങിയ സംസ്ഥാനം. കേരളം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 12th വൺ. ഇതുവരെ എത്ര മനുഷ്യർ ചന്ദ്രനിലൂടെ നടന്നിട്ടുണ്ട്? ഇതുവരെ എത്ര മനുഷ്യർ ചന്ദ്രനിലൂടെ നടന്നിട്ടുണ്ട്? എത്ര മനുഷ്യരാ? 12 മനുഷ്യർ ഇതുവരെ ചന്ദ്രനിലൂടെ നടന്നിട്ടുണ്ട്. 12 മനുഷ്യർ. 13th ക്വസ്റ്റ്യൻ. മനുഷ്യൻ്റെ മുഖം ഒരിക്കലും മറക്കാത്ത പക്ഷി? മനുഷ്യൻ്റെ മുഖം ഒരിക്കലും മറക്കാത്ത പക്ഷി ഏതാണ്? കാക്കയാണ് മനുഷ്യൻ്റെ മുഖം ഒരിക്കലും മറക്കാത്ത പക്ഷി. കാക്ക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 14th വൺ. 3 ഹൃദയമുള്ള ജീവി ഏത്? 3 ഹൃദയമുള്ള ജീവി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? നീരാളിയാണ് 3 ഹൃദയമുള്ള ജീവി. നീരാളിയാണ് 3 ഹൃദയമുള്ള ജീവി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 15th വൺ. ഓണം പോലെ ഐശ്വര്യമുള്ള നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നാട്? ഓണം പോലെ ഐശ്വര്യമുള്ള നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നാട് ഏതാണ്? ആലപ്പുഴയിലെ ഓണാട്ടുകരയാണ് ഓണം പോലെ ഐശ്വര്യമുള്ള നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നാട്. ആലപ്പുഴയിലെ ഓണാട്ടുകര. ഓണം പോലെ ഐശ്വര്യമുള്ള നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏത് നാടാണ്? ആലപ്പുഴയിലെ ഓണാട്ടുകരയാണ് ഓണം പോലെ ഐശ്വര്യമുള്ള നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നാട്. ഓക്കെ, 16th ക്വസ്റ്റ്യൻ. ഡ്രോൺ പറത്തുന്നതിൽ വ്യോമ ഏജൻസിയായ DGCAയുടെ ലൈസൻസ് സ്വന്തമാക്കിയ കേരളത്തിലെ ആദ്യ വനിത? ഡ്രോൺ പറത്തുന്നതിൽ വ്യോമ ഏജൻസിയായ DGCAയുടെ ലൈസൻസ് സ്വന്തമാക്കിയ കേരളത്തിലെ ആദ്യ വനിത ആരാണ്? റിൻഷ പട്ടേൽ ആണ് ഡ്രോൺ പറത്തുന്നതിൽ വ്യോമ ഏജൻസിയായ DGCAയുടെ ലൈസൻസ് സ്വന്തമാക്കിയ കേരളത്തിലെ ആദ്യ വനിത. റിൻഷ പട്ടേൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 17th വൺ നോക്കാം. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 250 വിക്കറ്റ് പൂർത്തിയാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ താരം? അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 250 വിക്കറ്റ് പൂർത്തിയാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ താരം ആരാണ്? ദീപ്തി ശർമ്മയാണ് അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 250 വിക്കറ്റ് പൂർത്തിയാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ താരം. ദീപ്തി ശർമ്മ. ഓക്കെ, 18th വൺ. 2024 ജൂലൈയിൽ സർക്കാർ ജോലിയിൽ സംവരണം ഏർപ്പെടുത്തുന്നതിനെ ചൊല്ലി പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ട രാജ്യം? 2024 ജൂലൈയിൽ സർക്കാർ ജോലിയിൽ സംവരണം ഏർപ്പെടുത്തുന്നതിനെ ചൊല്ലി പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ട രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ് 2024 ജൂലൈയിൽ സർക്കാർ ജോലിയിൽ സംവരണം ഏർപ്പെടുത്തുന്നതിനെ ചൊല്ലി പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ട രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. 19th ക്വസ്റ്റ്യൻ. സാംബസി നദിയുടെ ഗതി കണ്ടുപിടിച്ചത് ആര്? സാംബസി നദിയുടെ ഗതി കണ്ടുപിടിച്ചത് ആര് എന്നുള്ളതാണ് 19th ക്വസ്റ്റ്യൻ. ആരാണ്? ഡേവിഡ് ലിവിങ്സ്റ്റൺ ആണ് സാംബസി നദിയുടെ ഗതി കണ്ടുപിടിച്ച വ്യക്തി. ഡേവിഡ് ലിവിങ്സ്റ്റൺ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 20th വൺ. കേരളത്തിലെ ആദ്യത്തെ സിനിമ? കേരളത്തിലെ ആദ്യത്തെ സിനിമ ഏതാണ്? വിഗതകുമാരനാണ് കേരളത്തിലെ ആദ്യത്തെ സിനിമ. വിഗതകുമാരൻ ആണ് കേരളത്തിലെ ആദ്യത്തെ സിനിമ. 21st ക്വസ്റ്റ്യൻ. ക്യാരംസ് ബോർഡുകളിൽ പോളിഷായി ഉപയോഗിക്കുന്ന ബോറോൺ സംയുക്തം? ക്യാരംസ് ബോർഡുകളിൽ പോളിഷായി ഉപയോഗിക്കുന്ന ബോറോൺ സംയുക്തം ഏതാണ്? ബോറിക് ആസിഡ് ആണ് കാരം ബോർഡുകളിൽ പോളിഷായി ഉപയോഗിക്കുന്ന ബോറോൺ സംയുക്തം. ബോറിക് ആസിഡ്. ഓക്കെ, 22nd ക്വസ്റ്റ്യൻ. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ നീന്തൽ താരം? അർജുന അവാർഡ് നേടിയ ആദ്യത്തെ നീന്തൽ താരം ആരാണ്? പാറ്റ് മാക് കോർമിക് ആണ് അർജുന അവാർഡ് നേടിയ ആദ്യത്തെ നീന്തൽ താരം. പാറ്റ് മാക് കോർമിക് ആണ് അർജുന അവാർഡ് നേടിയ ആദ്യത്തെ നീന്തൽ താരം. 23rd വൺ. വനമഹോത്സവം ആരംഭിച്ചത് ആര്? വനമഹോത്സവം ആരംഭിച്ചത് ആര്? ആരാണ് വനമഹോത്സവം ആരംഭിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? KM മുൻഷിയാണ് വനമഹോത്സവം ആരംഭിച്ച വ്യക്തി. KM മുൻഷിയാണ് വനമഹോത്സവം ആരംഭിച്ച വ്യക്തി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 24th വൺ.
ആകാശവാണി എന്ന പേര് ഇന്ത്യൻ റേഡിയോ പ്രക്ഷേപണത്തിന് നൽകിയ വ്യക്തി. ആകാശവാണി എന്ന പേര് ഇന്ത്യൻ റേഡിയോ പ്രക്ഷേപണത്തിന് നൽകിയ വ്യക്തി ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ് ആകാശവാണി എന്ന പേര് ഇന്ത്യൻ റേഡിയോ പ്രക്ഷേപണത്തിന് നൽകിയ വ്യക്തി. ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഓക്കെ, ആകാശവാണി എന്ന പേര് ഇന്ത്യൻ റേഡിയോ പ്രക്ഷേപണത്തിന് നൽകിയ വ്യക്തി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ് നൽകിയത്. 25th ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന അർദ്ധസൈനിക വിഭാഗം. ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന അർദ്ധസൈനിക വിഭാഗം ഏതാണ്? ആസാം റൈഫിൾസ് ആണ് ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന അർദ്ധസൈനിക വിഭാഗം. ആസാം റൈഫിൾസ്. ഓക്കെ, 26th ക്വസ്റ്റ്യൻ. ജയിലുകളില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം. ജയിലുകളില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ജയിലുകളില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ് ജയിലുകളില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം. ഓക്കെ, ജയിലുകളില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ജയിലുകളില്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മരിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത്. മരിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ബുധനാണ് മരിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത്. ബുധൻ ആണ് മരിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 28th വൺ. ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രസംഗിച്ച അമേരിക്കൻ പ്രസിഡന്റ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രസംഗിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ഐസനോവർ ആണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രസംഗിച്ച അമേരിക്കൻ പ്രസിഡന്റ്. ഐസനോവർ. ഓക്കെ, ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രസംഗിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ഐസനോവർ ആണ്. 29th ക്വസ്റ്റ്യൻ. നഖങ്ങൾ ഉള്ളിലേക്ക് വലിക്കാൻ പറ്റാത്ത പൂച്ചവർഗത്തിലെ മൃഗം. നഖങ്ങൾ ഉള്ളിലേക്ക് വലിക്കാൻ പറ്റാത്ത പൂച്ചവർഗത്തിലെ മൃഗം ഏതാണ്? ചീറ്റയാണ്. നഖങ്ങൾ ഉള്ളിലേക്ക് വലിക്കാൻ പറ്റാത്ത പൂച്ചവർഗത്തിലെ മൃഗം ഏതാണ്? ചീറ്റയാണ്. 30th ക്വസ്റ്റ്യൻ ആൻഡ് അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സൂര്യൻ്റെ ഉപരിതലത്തേക്കാൾ ചൂടുള്ളത്. സൂര്യൻ്റെ ഉപരിതലത്തേക്കാൾ ചൂടുള്ളത് ഏതാണ്? മിന്നലാണ് സൂര്യൻ്റെ ഉപരിതലത്തേക്കാൾ ചൂടുള്ളത്. മിന്നലിനാണ് സൂര്യൻ്റെ ഉപരിതലത്തേക്കാൾ ചൂടുള്ളത്. ഏതിനാണ്? മിന്നലിനാണ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ 30 days 30 questions ചാലഞ്ച് ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനിയും ഇതേപോലെയുള്ള വീഡിയോസും കാര്യങ്ങൾക്കും ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.